അന്തർദേശീയ ആദിവാസി ദിനാചരണത്തിന്റെ ഭാഗമായി പരപ്പയിൽ ഗോത്രബന്ധു നേതൃസംഗമവും സെമിനാറും സംഘടിപ്പിച്ചു. പ്രശസ്ത വാഗ്മിയും സംസ്കൃത പണ്ഡിതനും ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. ഒരു മാമല തീമല ഒരു തീമലയായി ഉയരുന്നു, ഒരു മാമലയായി വളരുന്നു, ഒരു മാമലയായി വളരുന്നു. അന്തർദേശീയ ആദിവാസി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരപ്പയിൽ വിവിധ ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ഗോത്രജന സംഗമവും സെമിനാറും സംഘടിപ്പിച്ചത്. പരപ്പ YMCA ഹാളിൽ ഉണർത്തുപാട്ടോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ, മഹാത്മാ അയ്യങ്കാളി എന്നിവരുടെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് വിവിധ സംഘടനാ നേതാക്കളും ഊരുമൂപ്പന്മാരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി കൺവീനർ രാഘവൻ നടുക്കം സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ കമലാക്ഷൻ കക്കോൽ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ രമ്യ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സെമിനാറിൽ ജാതി വ്യവസ്ഥയും അധികാരവും ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ പ്രശസ്ത വാഗ്മിയും സംസ്കൃത പണ്ഡിതനും ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജാതി വ്യവസ്ഥ കേവലം തൊട്ടുകൂടായ്മയായി, തീണ്ടിക്കൂടായ്മയായി, വിവേചനമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ജാതി വ്യവസ്ഥയ്ക്ക് ഒരു ആധ്യാത്മികമായ അടിത്തറ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥാവിശേഷം. ജാതി വ്യവസ്ഥ പുണ്യപുരാതനമെന്ന് കരുതപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൂടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റ് ലോക സമൂഹങ്ങളിൽ വ്യത്യസ്തമായ ഇന്ത്യയിലെ ഉച്ചനീചത്വത്തിന്റെ ഭീകരമായ ഒരു മുഖത്തെ വെളിവാക്കുന്നു. മറ്റ് ലോക സമൂഹങ്ങൾ പരിശോധിച്ച ഉച്ചനീചത്വങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇന്ത്യൻ സമൂഹത്തെ വ്യത്യസ്തമാകുന്ന എന്താണ്? ഈ ഉച്ചനീചത്വങ്ങൾ പുണ്യവും പുരാതനവും ദൈവീകവുമാണ് എന്നൊരു ശാസനം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജയചന്ദ്രൻ ചാമക്കുഴി മോഡറേറ്ററായി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സതീശൻ മാസ്റ്റർ സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ മധു നന്ദിയും പറഞ്ഞു. ഉച്ചയ്ക്കു ശേഷം നടന്ന സെമിനാറിൽ ഇന്ത്യൻ ഭരണഘടനയും സംവരണവും നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ മാളവിക ബിന്നി വിഷയാവതരണം നടത്തി. P.K. രാമചന്ദ്രൻ മോഡറേറ്ററായി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രതീഷ് കാട്ടുമാടം സ്വാഗതവും സംഘാടക സമിതി ട്രഷറർ ടി. ചന്ദ്രകുമാർ നന്ദിയും പറഞ്ഞു. മുതിർന്ന മംഗലംകളി കലാകാരന്മാരായ ഉബിച്ചിയമ്മ, കൊച്ചുവെളുത്തൻ എന്നിവർ വിശിഷ്ട ക്ഷണിതാക്കളായി. കാസർഗോഡ് തുടി സാംസ്കാരിക സമിതിക്ക് വേണ്ടി ഡോക്ടർ വി. ബാലകൃഷ്ണൻ, ദ്രാവിഡ ഗോത്രകലാ അക്കാദമിക്ക് വേണ്ടി ശിവദാസൻ ചുള്ളിക്കര, ഗോത്രബന്ധു തായന്നൂരിന് വേണ്ടി പത്മനാഭൻ കുളിമാവ്, PRDSന് വേണ്ടി സുരേന്ദ്രൻ കാലിക്കടവ്, MPMS ജില്ലാ കമ്മിറ്റി അംഗം ബിജു മുടന്തൻപാറ, AKMS പ്രതിനിധി കുഞ്ഞിക്കണ്ണൻ പൂക്കുന്നം, വേടൻ ഫാൻസിനെ പ്രതിനിധീകരിച്ച് രാകേഷ് മാലു, മംഗലംകളി അക്കാദമിക്ക് വേണ്ടി കണ്ണൻ ആനപ്പെട്ടി തുടങ്ങിയവർ സെമിനാറിലും ചർച്ചയിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.